ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാരും പഠിച്ചിട്ടുണ്ട്, അധ്യാപകരായിരുന്നിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയനായിരുന്ന സാനു മാസ്റ്റർ 97 വയസ്സിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി ചെറിയുന്ന അധ്യാപകൻ, മികച്ച സാഹിത്യകാരൻ. അതുമാത്രമല്ല, ഈ 97 വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, വാക്ചാതുരി, ഇതെല്ലാം ഞങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിരുന്നു. പഠിപ്പിച്ച കുട്ടികളെ എല്ലാം കാണുമ്പോൾ പേര് സഹിതം വിളിക്കും. എല്ലാവരെയും നല്ല ഓർമ്മ. എന്നെ കാണുമ്പോൾ ചോദിക്കും, മെറ്റിൽഡയ്ക്ക് സുഖമല്ലേ? അതിൽ ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം ഓർക്കുന്നൊരു കാര്യം എന്താണെന്നോ, ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി തീർത്തത്. അതിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഡോക്ടർ TS ജോയിയെയും കൂടെ കൂട്ടി. ജോയി എൻ്റെ ശിഷ്യനായതുകൊണ്ട് എനിക്കത് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. ഉള്ളൂരിനെ കുറിച്ചുള്ളൊരു കൃതിയാണ്. പുസ്തകം എഴുതി അച്ചടി പൂർത്തിയായി അതിൻ്റെ പ്രകാശനം നടക്കാനിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, 97 വയസ്സിൽ ഇത്രയും ഗഹനമായൊരു പുസ്തകം എഴുതുക. ഉള്ളൂരിനെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തി എഴുതിയൊരു പുസ്തകം. ജോയിയോട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, സത്യമായിട്ടും എനിക്ക് അസൂയയുണ്ട്, പക്ഷേ ജോയി ശിഷ്യനായതുകൊണ്ട് അസൂയയേക്കാൾ കൂടുതൽ സന്തോഷമാണുള്ളത്. വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ? സാനു മാസ്റ്റർ എന്നും ഒറ്റയ്ക്കാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. വേറൊരാളുടെ കൂടെ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ ജോയി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകം എഴുതുമ്പോൾ ഒരു പേജിൽ ചിലപ്പോൾ വാക്കുകൾ ആവർത്തിച്ചു വരും. അപ്പോൾ അദ്ദേഹം ഇടപെടും. ആവർത്തിച്ച് വരുന്നത് ആവർത്തന വിരസത ഉണ്ടാക്കും. ആ വാക്കിന് പകരം വേറൊരു വാക്ക് കണ്ടുപിടിക്കൂ ജോയി. അങ്ങനെ അത്രയും ഷാർപ്പായിട്ടാണ് ആ പുസ്തകം എഴുതി തീർത്തത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും അല്ലേ, ഈ 97 വയസ്സിലും ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു? ഈ അടുത്ത കാലത്തും ഊർജ്ജസ്വലതയോടുകൂടി പ്രസംഗിക്കുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവുക, ഉദ്ദേശശുദ്ധിയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, ആ ലക്ഷ്യങ്ങൾക്കായി അക്ഷീണം പരിശ്രമിക്കുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എത്ര ഓടിയാലും തളരില്ല. ഇതിനേക്കാൾ നല്ലൊരു ഉത്തരം കിട്ടാനില്ലല്ലേ? സാനു മാസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് സ്ട്രോങ് ആയി, ബോൾഡായി, ഔചിത്യപൂർവ്വം കാര്യങ്ങൾ സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമോ അല്ലയോ എന്നൊന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ല. ഔചിത്യപൂർവ്വം മറ്റേയാളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അസാമാന്യമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഈ ഒരു ക്വാളിറ്റി എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നത് കൊണ്ട് ഇന്നത്തെ കണ്ടന്റ് അതാകാമെന്ന് കരുതി. എങ്ങനെയാണ് ബോൾഡായി, സ്ട്രോങ് ആയി, ഔചിത്യപൂർവ്വം സംസാരിക്കാൻ കഴിയുന്നത്? അത് തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്, നിലപാടുകളുള്ളവരാണ് അവർ. ഈ ശീലം ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതെന്നെ പല ഘട്ടങ്ങളിലും ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. ഞാൻ പണ്ടൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ള അധ്യാപകർ എന്നോട് പറഞ്ഞു, അവിടുത്തെ ഒരു അധ്യാപകനെ കുറിച്ചാണ് പറഞ്ഞത്, അങ്ങോട്ട് സൂക്ഷിക്കണം, സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അതുകൊണ്ട് മെറ്റിൽഡ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അധ്യാപികയായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിലാണ് അദ്ദേഹം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കാണും, ഇങ്ങനെ പുഞ്ചിരിക്കും, ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ആരെങ്കിലുമൊക്കെ പറയണ കേട്ട് നമ്മളൊരാളെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു, കസേര വലിച്ചിട്ടിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മൾ വിശദമായിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ സാറിനെക്കുറിച്ച് ആളുകൾ പല കമൻസൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചും സാറിനെ സൂക്ഷിക്കണമെന്നും സാറ് ചെറിയൊരു പ്രശ്നക്കാരനാണെന്നും പലരും എന്നോട് പറഞ്ഞു. പക്ഷേ ഇതുവരെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് സാറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും സാർ അങ്ങനെ തന്നെ പെരുമാറും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സാറിന് എപ്പോഴെങ്കിലും അപമര്യാദയായിട്ട് എന്നോട് പെരുമാറാൻ പറ്റുമോ? ഇല്ലെന്നായിരുന്നു എൻ്റെ അനുഭവം. പിന്നെ പലപ്പോഴും അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇടപെടേണ്ടതായിട്ട് വരും. പല അവസരങ്ങളിലും നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്.
പീഡനകഥകളിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്, നമുക്ക് സംസാരിക്കാൻ അറിയില്ല. സത്യത്തിൽ ഇത് നമ്മളെ ആരും പരിശീലിപ്പിച്ചിട്ടുമില്ല. സാനു മാസ്റ്ററെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിലുണ്ടായപ്പോൾ ഈ ആഴ്ചത്തെ കണ്ടൻറ്റ് അതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സ്ട്രോങ് ആയി, ബോൾഡായി, ഔചിത്യപൂർവ്വം സംസാരിക്കാനുള്ള വഴികൾ എന്തെല്ലാമാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ഈ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടൊന്നും സംസാരിക്കേണ്ടി വരില്ല. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ സംസാരിക്കേണ്ടതായിട്ട് വരും. ധൈര്യപൂർവ്വം ഉറച്ച ശബ്ദത്തിൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം, കൃത്യമായിട്ട് ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. സംസാരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം, നമ്മളതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണ്, അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഔചിത്യപൂർവ്വം സംസാരിക്കാൻ പറ്റുള്ളൂ. ചില ആളുകളുടെ വിചാരം ബോൾഡായി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുക. അതല്ല. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ നിലപാടുകൾ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കണം, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം, അവരുമായി യോജിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ഇതെല്ലാം നടക്കുമ്പോഴാണല്ലോ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കണം. മനുഷ്യൻ്റെ വലിയ കഴിവുകളിൽ ഒന്നല്ലേ ചിന്തിക്കാനുള്ള കഴിവ്. ഈ പോയ വാക്കും എയ്ത അമ്പും ഒരുപോലെയാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുക. നമ്മൾ സ്ട്രോങ് ആണ്, ബോൾഡാണെന്ന് കാണിക്കാൻ ഇതിലും വലിയൊരു മാർഗമില്ല. അപ്പോൾ എനിക്ക് ചാനലുള്ളത് കൊണ്ട് ആളുകളൊക്കെ എന്നെ വിളിക്കും, അവരുടെ പ്രശ്നങ്ങൾ പറയാനാണ്. പലരും ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാനേ സാധിക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഇംപ്രഷൻ കിട്ടും, അല്ലേ, ഇയാളെ കൊണ്ട് ഈ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും മിനിമം നമുക്കൊരു ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഭീരുത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് മറ്റുള്ളവർ അതിനെ കണക്കാക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. വാക്കുകൾ ക്ലിയർ ആയിരിക്കണം, വാചകങ്ങൾ ക്ലിയർ ആയിരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കൂ, നമ്മുടെ ആശയം അവരിലേക്ക് എത്തൂ. വാക്കുകൾക്ക് സ്ഫുടതയില്ലാതെ, വാചകങ്ങൾക്ക് കൃത്യതയില്ലാതെ നമ്മൾ സംസാരിച്ചാൽ ആരും അത് കേൾക്കാനൊന്നും തയ്യാറാവില്ല. നാലാമത്തെ കാര്യം, ആശയവിനിമയത്തിന് പല വക ഉദ്ദേശങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഒരു ആവശ്യം നടത്താൻ വേണ്ടി നമ്മൾ സംസാരിക്കും. ആവശ്യം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. മറ്റേയാളുടെ ആവശ്യവും നമ്മുടെ ആവശ്യവും പൊരുത്തപ്പെടാതെ വരുമ്പോൾ ഒരു കോമൺ സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പം നമ്മുടെ ആവശ്യം ഇതാണെന്ന് നമുക്ക് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് പറയാൻ സാധിക്കണം. എന്നാൽ ഔചിത്യപൂർവ്വമായിരിക്കുകയും വേണം. മറ്റേ വ്യക്തിയില്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അതൊരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവർ നമ്മുടെ ഒപ്പം തന്നെ ബഹുമാനം അർഹിക്കുന്ന ആളുകളാണ്. ഞാൻ ചിന്തിക്കാറുള്ളത്, അവരില്ലെങ്കിൽ ഞാനെന്ന അധ്യാപികയില്ലല്ലോ, അപ്പോൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട ആളുകളല്ലേ അവർ എന്ന് വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. അവിടെയാണ് നമ്മൾ സ്ട്രോങ് ആയി നിൽക്കേണ്ടത്. ഈ ക്ലാസ് ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത ആഴ്ച ഒരു പരീക്ഷയുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? അവരാരും പരീക്ഷ എഴുതാനൊന്നും തയ്യാറാവില്ല. നമുക്കറിയാമല്ലോ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയും, അടുത്ത ആഴ്ച ഒരു എക്സാമിനേഷൻ ഉണ്ട്, അത് ബുധനാഴ്ച വേണോ വെള്ളിയാഴ്ച വേണോ എന്ന് ചോദിച്ചാൽ മതി. വെള്ളിയാഴ്ച എന്നുള്ള ഉത്തരം കൃത്യമായിട്ട് അവരിൽ നിന്ന് കിട്ടും. പ്രശ്നം സോൾവ് ആയില്ലേ? അഞ്ചാമത്തെ കാര്യം, ഈ സംസാരിക്കുമ്പോൾ എക്സ്ക്യൂസസ് ഒഴിവാക്കുക. ഈ എക്സ്ക്യൂസസ് നമ്മുടെ സംസാരത്തെ വളരെ ദുർബലമാക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ അത് ചെയ്യാൻ സാധിച്ചില്ല, അടുത്ത തവണ അത് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല, നമ്മൾ നമ്മുടെ ബലഹീനത മുഴുവനും അവരോട് പറയാൻ തുടങ്ങും. എപ്പോഴും ഈ പരാതി പറയുന്നതൊക്കെ നമ്മുടെ സംഭാഷണത്തെ ഒരുപാട് ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. അഭിപ്രായം പറയുമ്പോൾ ചിലർ പറയണ കേട്ടിട്ടില്ലേ, ഞാൻ ഇങ്ങനെ പറയണത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അതായത് ഗതികേട് കൊണ്ട് പറയുന്ന ഒരു സ്റ്റൈൽ. ഇതെല്ലാം ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആറാമത്തെ കാര്യം എന്താണെന്നോ, മിനിമം യെസ്സും നോയും സ്ട്രോങ് ആയിട്ട് പറയാൻ പഠിക്കുക. വേണമെങ്കിൽ വേണമെന്ന് പറയുക, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക. ഇത് പലപ്പോഴും നമ്മൾ ബോൾഡായിട്ട് പറയാറില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് അതിനിത്ര വിഷമിക്കുന്നത്? യെസ്സും നോയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. നോ പറയേണ്ടടുത്ത് നോ പറയാത്തത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്.
എനിക്കത് ഇഷ്ടമില്ല, എനിക്കതിന് താല്പര്യമില്ല, നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, ഇതല്ല എനിക്ക് വേണ്ടത്, നിങ്ങളിൽ നിന്നുള്ള സമീപനം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, വേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ സിമ്പിളാവില്ലേ? എന്താണ് ഇതിന് തടസ്സം? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം എന്താണെന്നോ, നമ്മുടെ വിശ്വാസ്യതയും കൂടി നഷ്ടപ്പെടും. ഒരാൾ നമ്മളോട് റിക്വസ്റ്റ് നടത്തുമ്പോൾ യെസ് പറയും, അയാളുടെ ഡിസ്പ്ലഷർ ഉണ്ടാകാതിരിക്കാൻ. എന്നിട്ട് അത് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ്യത അവിടെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. തൽക്കാലം അയാളെ സന്തോഷിപ്പിച്ചിട്ട് എന്താ കാര്യം? ഏഴാമത്തെ കാര്യം, ചില സമയത്ത് സൈലൻസ് ആണ് കൂടുതൽ പവർഫുൾ. ചിലപ്പോൾ നമ്മൾ ആ അവസരത്തിൽ സംസാരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ചില കക്ഷികളുണ്ട് കേട്ടോ. എവിടെയും കയറി വലിയ ആളുകളാകാൻ നോക്കും. അവനവനെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അസ്ഥാനത്തുള്ള സംസാരം. താൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇടപെടണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പരിഹാസപാത്രങ്ങളാകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നവർ വളരെ പവർഫുള്ളായിട്ട് മാറും. എട്ടാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ഔചിത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരോട് വിയോജിക്കേണ്ട അവസരങ്ങളിൽ, അവരുടെ തെറ്റുകൾ തിരുത്തേണ്ട അവസരങ്ങളിലാണ്. മറ്റുള്ളവരോട് വിയോജിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്നുള്ള നമ്മുടെ ചില രീതികളിലെ, ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല, ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, അതോടുകൂടി അയാളൊരു ഡിഫെൻസീവ് മൂഡിലാകും. അയാൾ നമ്മളെ ശ്രദ്ധിക്കാതെ ആവും. അല്ലെങ്കിൽ യു ആർ റോങ് എന്നൊക്കെ പറയണവരുണ്ട്. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ അവിടെ അവസാനിച്ചു. അതേസമയം നമുക്ക് ബോൾഡായിട്ട്, സ്ട്രോങ് ആയിട്ട്, ഔചിത്യപൂർവ്വം എന്തു പറയാം, എനിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്, എത്ര ഉറച്ച ശബ്ദത്തിൽ പറയാല്ലേ. കുറ്റപ്പെടുത്താതെ ഔചിത്യപൂർവ്വം സ്ട്രോങ് ആയി, ബോൾഡായി മറ്റേയാളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുത്തേണ്ടി വരുമ്പോൾ നമ്മൾ ബോൾഡായിട്ട് പറയണം, നിങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നമ്മുടെ ആവശ്യം എന്ന് അയാളോട് കൃത്യമായിട്ട് പറയുക. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. കുറ്റപ്പെടുത്തിയാൽ കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. മറ്റേയാൾ നമ്മളെ ശ്രദ്ധിക്കാൻ തയ്യാറാവില്ല. അതാണ് സംഭവിക്കുന്നത്. ഒമ്പതാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ വേണ്ടത് ഇമോഷണൽ കൺട്രോളാണ്. ചില ആളുകളെങ്കിലും ശക്തമായി ധൈര്യപൂർവ്വമൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഇമോഷണൽ കൺട്രോൾ പോകും. നമ്മുടെ ഇമോഷണൽ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. മനസ്സിൽ കുറിച്ചു വെക്കണം. അത് വേറൊരാളുടെ തലയിലേക്ക് വെക്കാനുള്ളതല്ല. പത്താമത്തെ കാര്യം, ധൈര്യപൂർവ്വം വളരെ ശക്തമായിട്ട് ഔചിത്യപൂർവ്വമൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടാവണം, സത്യം ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സത്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പിന്നെ നല്ല പഠിച്ച കള്ളന്മാരായിരിക്കണം. എന്തായാലും ഭൂരിഭാഗം പേരും അങ്ങനെ കഴിവുള്ളവരല്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. സത്യമല്ല പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആശയവിനിമയത്തെ ദുർബലപ്പെടുത്തും. നമുക്ക് ശക്തമായിട്ടും ധൈര്യമായിട്ടും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അന്യായമായ കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. നമുക്കതിനൊരു ബലം കൊടുക്കാൻ പറ്റില്ല. ന്യായത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ നമുക്ക് ധൈര്യമായിട്ട് ശക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. അതാണ് മനുഷ്യൻ്റെ വളരെ നൈസർഗികമായിട്ടുള്ള രീതി. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ തീരുമാനം എടുക്കണം. ശക്തമായി, ധൈര്യപൂർവ്വം, സ്ട്രോങ് ആയി, ബോൾഡായി, ഔചിത്യപൂർവ്വം സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ്. അത് ഞാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അത് ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഒരു നിമിഷം പോലും വൈകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.